സമൂഹ മാധ്യമങ്ങളിലും കേരളത്തിന്റെ പൊതുസമൂഹത്തിലും ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു പേരാണ് ജസ്ന സലീം. ഈ സ്ത്രീയെക്കുറിച്ച് നമുക്ക് വളരെയധികം ധാരണയുണ്ട്. ആദ്യം കേരള സമൂഹത്തിലേക്ക് കടന്നു വന്നത് ഒരു മുസ്ലിം വനിത ഗുരുവായൂരപ്പന്റെയും ശ്രീകൃഷ്ണന്റെയും ചിത്രങ്ങൾ വരച്ച് അത് വിൽപ്പന നടത്തുകയും അത് മനോഹരമായി ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ തരംഗമായി മാറുകയും പിന്നീട് BJPയുടെയും അങ്ങ് നരേന്ദ്രമോദിയെ ഉൾപ്പെടെ സന്ദർശിച്ച് ആ ചിത്രങ്ങൾ കൈമാറുന്നത് നാം കണ്ടിരുന്നു. അതിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉയർന്നു വരികയും ഈ സ്ത്രീയുടെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് ചർച്ച ഉണ്ടാകുകയും ചെയ്തത്. അതെല്ലാം മറ്റൊരു വിഷയം. ഇതിനെതിരെ പലതവണ ഈ സ്ത്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി കാണിക്കുന്ന കോപ്രായങ്ങൾക്കെതിരെ പല ഹിന്ദു സംഘടനകളും രംഗത്ത് വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി തന്നെ ഇടപെട്ടു. ഈ സ്ത്രീക്ക് തക്കതായ വിലക്കുകൾ നൽകുകയും കേസെടുക്കുകയും ചെയ്തു. കേസെടുത്ത് കോടതി ഇടപെട്ട് പോലീസിന്റെ ജാഗ്രത ഉണ്ടായിരുന്നിട്ട് പോലും ഈ സ്ത്രീയുടെ കോമാളിത്തനങ്ങൾ തുടരുകയാണ്. ഏറ്റവും അവസാനം 2 ദിവസം മുൻപായിരുന്നു ഗുരുവായൂരിലെത്തി ഈ സ്ത്രീ വീണ്ടും റീൽസ് ചിത്രീകരിക്കുന്നത്. അത് സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നതാണ് ഈ സ്ത്രീയുടെ ലക്ഷ്യം. അത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ വലിയ രീതിയിൽ ചൂടപ്പം പോലെ വിറ്റുപോകാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അല്ലാതെ ഈ സ്ത്രീ ജസ്ന അവർ വലിയ ശ്രീകൃഷ്ണ ഭക്തയാണോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭക്തയുടെ താല്പര്യം എന്താണ്? കച്ചവടം, നല്ല മണി, പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ കോടതിയെ പോലും വെല്ലുവിളിച്ച് ഈ സ്ത്രീ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെയാണ്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വീഡിയോ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് ജസ്ന സലീം വീണ്ടും ഈ ദൃശ്യങ്ങൾ പകർത്തി. അതിനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കലാപ ആഹ്വാനത്തിന് വേണ്ടിയാണ്. കാരണം കലാപാഹ്വാനമല്ലേ ഈ സ്ത്രീ അവിടെ വരുന്നത്? അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പലതവണ കോടതി ഇടപെട്ടു. എന്നിട്ടും അവിടെ എന്തിനാണ് വരുന്നത്? അവിടെ സംഘർഷം ഉണ്ടാക്കാനല്ലേ? എന്തിനാണ് താങ്കൾ ഇവിടെ വന്നതെന്ന ഒരു ചോദ്യം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ? അപ്പോൾ സംഘർഷത്തിലേക്ക് പോകില്ലേ? അപ്പോൾ അതും 2 മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമമല്ലേ ഇവിടെ ഉണ്ടായത്? അതുകൊണ്ട് തന്നെ കലാപാഹ്വാനത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ചിത്രീകരിച്ച വ്യക്തിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പേർക്കെതിരെയാണ്. ഈ സ്ത്രീക്കെതിരെ മുൻപും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടായിട്ടുണ്ട്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചു എന്ന് അന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു. അതോടൊപ്പം തന്നെ അന്ന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ സ്ത്രീക്കെതിരെ കേസെടുത്തത്. പക്ഷെ കൃത്യമായ അന്വേഷണം നടത്താൻ അന്ന് പോലീസിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ധൈര്യം. പോലീസിന്റെ പിടിപ്പുകേട് അത് ഭീകരവാദികൾ മുതൽ ബംഗ്ലാദേശികൾ മുതൽ PF വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാകും. കേരളത്തിലെ പോലീസ് കുറച്ചു നാളുകളായി ഉറക്കത്തിലാണ്. ഒരു സമുദായത്തിന് മുന്നിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദികൾ കേരളത്തിൽ അഴിഞ്ഞാടുമ്പോൾ, ബംഗ്ലാദേശികൾ അഴിഞ്ഞാടുമ്പോൾ, മയക്കുമരുന്ന് മാഫിയ അഴിഞ്ഞാടുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് മൗനത്തിലാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂരിലും സംഭവിച്ചിരിക്കുന്നത്. അന്ന് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടും ഈ സ്ത്രീക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തുവാനോ ഇവർക്കെതിരെ നടപടി എടുക്കുവാനോ കഴിയാത്തത് കൊണ്ടാണ് അവർ വീണ്ടും ആ ധൈര്യം കാണിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. മറ്റൊരു കേസുണ്ട്. ഈ സ്ത്രീ മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അന്ന് ഒരു കേക്കുമായി ക്ഷേത്രത്തിന് മുന്നിലെത്തിയിരുന്നു. അതിനുശേഷം അത് അവിടെ വെച്ച് മുറിക്കുകയാണ്. ആ മുറിക്കുന്ന സമയത്ത് തന്നെ അന്ന് വിവാദം മറ്റൊരു വിവാദമായിരുന്നു. ഈ സ്ത്രീക്കെതിരെ ആരോ ഒരു സ്ത്രീ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചപ്പോൾ ഈ വനിതാ ഗുണ്ടയായ ഈ മുസ്ലിം കൃഷ്ണ ഭക്ത അവിടെ നിൽക്കുന്ന ഏതോ ഒരു കമന്റ് ഇട്ടു, ഒരു പ്രതികരണം നടത്തി സമൂഹ മാധ്യമങ്ങളിൽ. അപ്പോൾ ആ പ്രതികരണം നടത്തിയ ആ സ്ത്രീ ഈ ക്ഷേത്രത്തിന് മുന്നിൽ, ആ വനിത ക്ഷേത്രത്തിന് മുന്നിൽ തൊഴാനെത്തിയപ്പോൾ ഈ വനിതാ ഗുണ്ട അവിടെ നിൽക്കുകയാണ്. അങ്ങനെ വനിതാ ഗുണ്ടയും അതോടൊപ്പം തന്നെ ആ വനിതാ ഗുണ്ടയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളും കൂടി ആ സ്ത്രീയെ ചോദ്യം ചെയ്യുകയാണ്. അവർ തങ്ങളുടെ വിശ്വാസപ്രകാരം ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ ആ സ്ഥലത്ത് വെച്ചാണ് ചോദ്യം ഉന്നയിക്കുന്നത്.
എനിക്കെതിരെ എനിക്ക് മോശമായ എന്തിന് ഇത്തരം കമന്റുകൾ ഇടുന്നു, പ്രതികരണങ്ങൾ നടത്തൂ എന്ന രീതിയിൽ അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇത്തരക്കാർക്കെതിരെ കൃത്യമായി നടപടി എടുക്കണ്ടേ? അവിടെ വിശ്വാസത്തിന്റെ ഭാഗമായി ഗുരുവായൂരപ്പനെ തൊഴാൻ വരുന്നവർക്ക് കൃത്യമായി തന്നെ തൊഴുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമല്ലേ ഇത്തരം ഗുണ്ടകൾ കാരണം നഷ്ടമാകുന്നത്, ഇത്തരം തെമ്മാടികൾ കാരണം നഷ്ടമാകുന്നത്? ഇതിനെതിരെ ദേവസ്വം ബോർഡല്ലേ രംഗത്ത് വരാനുള്ളത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് നമുക്കറിയാം, കുറച്ചു നാളുകളായി തന്നെ അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നുമല്ല വിഷയം. അവരെല്ലാം സ്വർണത്തിന്റെ പുറകെ പോവുകയാണ്. സ്വർണം എങ്ങനെ അടിച്ചു മാറ്റി അതിനെ സ്വർണത്തെ ചെമ്പായി മാറ്റാം എന്ന ഒരു നൊബേൽ സമ്മാനം ലഭിക്കാൻ സാധ്യതയുള്ള വിഷയത്തിലേക്കാണ് അവരുടെ യാത്ര. ആ യാത്രയിൽ നഷ്ടപ്പെടുന്നത് ആർക്കാണ്? ആ യാത്ര കൊണ്ട് നഷ്ടം സംഭവിക്കുന്നത് ഹൈന്ദവ സമുദായത്തിന് മാത്രമാണ്. അവർ അത് അനുഭവിക്കുകയാണ്. അത് ശബരിമലയിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. അവരുടെ ഓരോ ചെറിയ കൂലിപ്പണിയെടുത്തും മറ്റും വിശ്വാസത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന പണങ്ങൾ അത് ശബരിമലയിൽ കൊണ്ടെത്തിക്കുന്നു. അത് മുഴുവൻ തട്ടിയെടുത്തില്ലേ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ. അപ്പോൾ ഈ ശബരിമലയിൽ തന്നെ എന്തെങ്കിലും വിവാദം ഉണ്ടായാൽ, അവിടെ എന്തെങ്കിലും തെമ്മാടിത്തരം കാണിച്ചാൽ ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇടപെടുമോ? ഇടപെടാറില്ല. കാരണം അവരുടെ ലക്ഷ്യം എപ്പോഴും സ്വർണത്തിലാണ്, പണത്തിലാണ്. ആ പണത്തിന് വേണ്ടി തന്നെയാണ് ഗുരുവായൂരും ഇത്തരം വിട്ടുവീഴ്ചകൾ ഉണ്ടാകുന്നത്. ഇത് ആദ്യ സംഭവമല്ല, തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നു. 1 മാസം മുൻപായിരുന്നല്ലോ ഒരു ബിഗ് ബോസ് താരം, ഒരു വനിതാ താരം അവിടെ എത്തി ആറാട്ടുകുളത്തിൽ ഇറങ്ങി കാലു കഴുകുന്നത്. അന്നും എവിടെയായിരുന്നു ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ? എല്ലാം കഴിഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ, ഹൈന്ദവർ പ്രതികരിക്കുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഇറങ്ങിത്തിരിക്കും ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ. അയ്യോ ഞങ്ങൾ അറിഞ്ഞില്ലേ, പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു? ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം വിവാദങ്ങൾ ഉണ്ടാകുന്നല്ലോ. അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇതിനെ തകർക്കുക എന്നത് ആരുടെയെല്ലാം ലക്ഷ്യമാണ്. അത് കൃത്യമായി തന്നെ അന്വേഷണം നടത്തണം. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാലും, ശബരിമലയുമായി ബന്ധപ്പെട്ടായാലും, അതോടൊപ്പം തന്നെ ഗുരുവായൂരുമായി ബന്ധപ്പെട്ടാലും തുടർച്ചയായി തന്നെ വിവാദങ്ങൾ ഉണ്ടാകുന്നു. ഇതിന് പിന്നിലെല്ലാം ഒരേ കരങ്ങളിലാണ്, ഒരേ വ്യക്തികളാണ്. കാരണം ഇവരെല്ലാം ഒരു ടീമായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു കൃത്യമായ ഒരു അന്വേഷണം വേണം. അല്ലാത്ത പക്ഷം ഇത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കും ഹൈന്ദവ സമൂഹത്തിനിടയിൽ. കാരണം കോടതി തന്നെ ഇടപെട്ടിട്ട് പോലും ഈ സ്ത്രീ തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുപോകുന്നില്ല. പിന്നീട് നാം കാണുന്ന ഈ സ്ത്രീ ഉൾപ്പെടെ നരേന്ദ്രമോദിയുടെ സമീപം പോലും എത്തി. അപ്പോൾ ഇതൊന്നും ചെറിയ മീനല്ല. രാഷ്ട്രീയ നേതാക്കളെയും ഹിന്ദു സംഘടനാ നേതാക്കളെയും എല്ലാം സ്വാധീനിക്കാൻ കഴിവുള്ള വലിയ സ്രാവുകളായി ഇവർ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ദേവസ്വം ബോർഡിന്റെ മാത്രം കഴിവുകേടല്ല, എല്ലാവരെയും കഴിവുകേടാണ്. എല്ലാവരും സ്വയം വിമർശനം നടത്തണം. നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഈ തെമ്മാടിത്തനം കാണിക്കുന്ന സ്ത്രീക്ക് എങ്ങനെ നിങ്ങളുടെ സമീപം എത്താൻ കഴിഞ്ഞു? നരേന്ദ്രമോദിയുടെ സമീപം എത്താൻ കഴിഞ്ഞു? അത് നിങ്ങൾ സ്വയം പരിശോധിക്കണം. അതോ നിങ്ങളുടെ പിന്തുണയോടുകൂടിയാണോ ഇത്തരം പരിപാടികൾ ഗുരുവായൂർ അമ്പലനടയിൽ നടക്കുന്നതെന്ന് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങൾ തുറന്നു പറയണം, ഞങ്ങൾ വിളിച്ചിട്ടാണ്, ഞങ്ങളാണ് കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് ഇവർ അവിടെ വരുന്നതിൽ പ്രശ്നമില്ലെന്ന് നിങ്ങൾ തുറന്നു പറയണം. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി തന്നെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഈ സ്ത്രീ പാഠം പഠിക്കുമോ എന്ന് നാം നോക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.